എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹോം ടിപ്സ് ആൻഡ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കുറേ ദിവസം കേടാകാതിരിക്കുന്ന തക്കാളി കൊണ്ടുള്ള ഒരു കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ചപ്പാത്തി, ഇഡ്ഡലി, ദോശ ഇവയ്ക്കൊക്കെയാണ് ഇത് ഏറ്റവും നല്ല കോമ്പിനേഷൻ. യാത്രയ്ക്കൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റുന്ന നല്ലൊരു കറിയാണിത്. ഇതിനി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കറിക്ക് വേണ്ടി 4 തക്കാളി, 1 സവോള, കുറച്ച് കറിവേപ്പില, 2-3 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക്, ഇത്രയും സാധനങ്ങളാണ് ആവശ്യം. ഇതിനു വേണ്ടി ആദ്യം തന്നെ ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്കിഷ്ടമുള്ള ഏതെണ്ണ വേണമെങ്കിലും ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ദൂരയാത്രയ്ക്കൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി ഉണ്ടാക്കുകയാണെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇതിലേക്ക് എണ്ണ ചൂടാകുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. എടുത്തു വെച്ചിരുന്ന കൂട്ടുകളൊക്കെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. സവാള അത്രയും എടുക്കുന്നില്ല. ഒരു വലിയ സവാള ഉണ്ടെങ്കിൽ അത് മതി. കടുക് പൊട്ടി വരുമ്പോൾ 5-6 ഉലുവായും കൂടെ ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന കൂട്ടുകളെല്ലാം ചേർത്ത് കൊടുക്കാം. പച്ചമുളക് കുറച്ചും കൂടെ കൂടുതൽ ചേർക്കുകയാണെങ്കിൽ മുളക് പൊടി അതിനനുസരിച്ച് കുറച്ച് ചേർത്താൽ മതി. ഞാൻ 2 പച്ചമുളകാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കളറ് മാറുന്ന വരെ വഴറ്റേണ്ട ആവശ്യമില്ല. അല്ലാതെ നന്നായിട്ട് എണ്ണ തെളിയുന്നത് വരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. കൂട്ടുകളെല്ലാം ഇവിടെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. പൊടി ഒന്ന് മൂത്ത് വരുമ്പോഴേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. 4 തക്കാളിയായിരുന്നു എടുത്തു വെച്ചിരുന്നത്. അത് 4 ഇതിലേക്ക് മുറിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇളക്കി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി അടച്ചു വെച്ച് വേവിക്കാം. ഇത് നല്ല വെള്ളമുള്ള തക്കാളിയാണ്. വെള്ളം കുറവുള്ള തക്കാളിയാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നന്നായിട്ട് വെന്തുടഞ്ഞു വരണം. വെള്ളം ചേർക്കാതെ ആദ്യം തന്നെ വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ വെള്ളം വേണമെന്ന് തോന്നിയാൽ തിളച്ച വെള്ളം വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. ഇവിടെ ഞാൻ ഒട്ടും വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല. വെള്ളം ചേർക്കാതെ ഇരിക്കുകയാണെങ്കിൽ അച്ചാറൊക്കെ ഇരിക്കുന്നത് പോലെ എത്ര ദിവസം വേണമെങ്കിലും കേടാകാതെ ഇരിക്കും. യാത്രയ്ക്കൊക്കെ പോകുമ്പോൾ ചപ്പാത്തിയുടെയോ ഇഡ്ഡലിയുടെയോ ഒക്കെ കൂടെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ് ഇത്. 2-3 ദിവസം നമുക്ക് യാത്രയ്ക്ക് പോകുമ്പോൾ ഇതുപോലെ കറി ഉണ്ടാക്കിക്കൊണ്ട് പോകാം. കുട്ടികൾക്കൊക്കെ ടിഫിൻ ബോക്സിൽ ഇതുപോലെ കറി ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കഴിക്കുന്ന സമയത്ത് നല്ല ഫ്രഷായിട്ട് കറി ഇരിക്കും. ഒട്ടും മണമോ കേടാകുമോ ഒന്നും ചെയ്യുകയില്ല. എല്ലാവരും ഒരു പ്രാവശ്യം ഇതുപോലെ തക്കാളി വഴറ്റിയ കറി ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്കിത് നന്നായിട്ട് ഇഷ്ടപ്പെടും. ചപ്പാത്തിയുടെയും ഇഡ്ഡലിയുടെയും ദോശയുടെയും ഒക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. സവോളയും തക്കാളിയും ഒക്കെ നല്ലവണ്ണം വെന്തുടഞ്ഞ് എണ്ണ തെളിഞ്ഞ് വരണം. എങ്കിൽ മാത്രമേ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുകയുള്ളൂ. ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ തീ ഓഫ് ചെയ്യാം. ഈ സമയം ഉപ്പ് നോക്കി ആവശ്യമാണെങ്കിൽ ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം, ഷെയർ ചെയ്യണം. കൂട്ടത്തിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് ഒരു ബെല്ലൈക്കൺ വരും. അതും കൂടി ഒന്ന് ആക്ടിവേറ്റ് ആക്കിയെങ്കിൽ മാത്രമേ ഞാൻ ഓരോ വീഡിയോയും അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കതിനുള്ള നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ.